ഹലോ സർ, ഞാൻ ഇവിടെ വന്നത് ടഫി ആപ്പിൽ നിന്നാണ്. ഇന്ന് ഞങ്ങൾ ആപ്ലിക്കേഷനിലെ ചെലവുകളെക്കുറിച്ച് പഠിക്കും. ആദ്യം നമുക്ക് ഒരു ചെലവ് വിഭാഗം സൃഷ്ടിക്കാം. ആപ്ലിക്കേഷൻ ഡാഷ്ബോർഡ് തുറന്ന് ചെലവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷൻ ചെലവുകളാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ചെലവ് വിഭാഗമാണ്. ആദ്യം ഒരു ചെലവ് വിഭാഗം സൃഷ്ടിക്കാൻ ഞാൻ ശുപാർശ ചെയ്യണം. ചെലവ് വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ചെലവ് വിഭാഗ ലിസ്റ്റ് തുറക്കും. ലഭ്യമാണെങ്കിൽ ആപ്ലിക്കേഷൻ ഇവിടെ ഒരു ലിസ്റ്റ് കാണിക്കും. അതിനുശേഷം സ്ക്രീനിന്റെ മുകളിൽ നിന്നുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ചെലവ് വിഭാഗത്തിന്റെ പേര് സജ്ജമാക്കുക. സംരക്ഷിക്കുക ക്ലിക്ക് ചെയ്യുക. പൂർത്തിയാക്കി. ഞങ്ങൾ ആപ്ലിക്കേഷനിൽ ചെലവ് വിഭാഗം ചേർത്തു. ഇപ്പോൾ ആ വിഭാഗത്തിലേക്ക് ചെലവുകൾ ചേർക്കാം. ചെലവ് ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ചെലവുകളിൽ ക്ലിക്ക് ചെയ്യുക. ചെലവുകളുടെ തീയതി പരിധി ഇവിടെ ആപ്ലിക്കേഷൻ കാണിക്കും. കൂടാതെ ഈ കാലയളവിൽ സംഭവിച്ച ചെലവുകൾ കാണിക്കുന്നു. ആഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ചെലവ് സ്ക്രീൻ ചേർക്കുക. ലിസ്റ്റിൽ നിന്ന് ചെലവ് വിഭാഗം തിരഞ്ഞെടുക്കുക. ചെലവ് തീയതി തിരഞ്ഞെടുക്കുക. അടുത്ത ചെലവ് തുക. അവസാനത്തേത് ചെലവ് വിശദാംശങ്ങളാണ്. സംരക്ഷിക്കുക ക്ലിക്ക് ചെയ്യുക. കൊള്ളാം, ഞങ്ങൾ ആ വിഭാഗത്തിലേക്ക് ഒരു ചെലവ് വിഭാഗവും ചെലവും വിജയകരമായി ചേർത്തു. അതിനാൽ ഇതെല്ലാം ആപ്ലിക്കേഷനിലെ ചെലവിനെക്കുറിച്ചാണ്. ആപ്ലിക്കേഷൻ റിപ്പോർട്ടുകളിൽ നിങ്ങളുടെ എല്ലാ ചെലവുകളുടെയും സംഗ്രഹം നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഗുഡ് ഡേ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴെല്ലാം